നമ്മുടെ ദുഃഖം മാറിപ്പോകുമ്പോഴാണ് കർത്താവ് ആനന്ദിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ, ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ നാം ഗ്രഹിക്കുമ്പോൾ നമ്മുടെ ദുഃഖം സമ്പൂർണമായിട്ട് മാറിപ്പോകും. നമ്മുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ മാറിപ്പോകും. നമ്മളായിരിക്കുന്ന അവസ്ഥകളുടെ ഭാരങ്ങൾ മുഴുവനായിട്ട് മാറിപ്പോകും. ഇത് മാറിപ്പോകുമ്പോൾ നമ്മെ ഓർത്ത് കർത്താവ് ആനന്ദിക്കുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, നാം ഗ്രഹിക്കണം. അത് ഗ്രഹിക്കണമെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മതി. ഇന്ന് രാവിലെ ഞാൻ അങ്ങനെ ചിന്തിക്കുവാനിടയായി തീർന്നു. സമയം കൂടി പോയില്ല. ഇന്ന് രാവിലെ എങ്ങനെ ചിന്തിച്ചു? അതായത് കർത്താവ് ചിന്തിക്കുന്നത് പോലെ നാം ചിന്തിക്കുകയും കർത്താവ് കാണുന്നത് പോലെ മറ്റൊരു വ്യക്തിയെ നാം കാണുകയും ചെയ്യാത്തിടത്തോളം കാലം അങ്ങനെ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടേതായ സകല പ്രവൃത്തികളും വ്യക്തമായിട്ട് മാറും. അല്ലെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ഇതേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് എന്നോട് എത്രമാത്രം ക്ഷമിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് എന്നുള്ളത് ഞാൻ വളരെ ചിന്തിക്കാറുണ്ട്. നിങ്ങളുടെ കാര്യം ഒന്നും അത്രയും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം കർത്താവ് എന്നോട് ക്ഷമിച്ചിട്ടുണ്ട്. നിങ്ങളോടൊക്കെ ക്ഷമിക്കുന്നതിനേക്കാൾ വളരെ അധികം എന്നോട് കർത്താവ് ക്ഷമിച്ചിട്ടുണ്ട്. ഈ കർത്താവ് എന്നോട് കാണിച്ച അതേ മനോഭാവം ഞാൻ മറ്റൊരു വ്യക്തിയോട് കാണിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ക്രിസ്തുവിലാണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. ഈ വഴിക്ക് കാര്യങ്ങൾ ചിന്തിച്ചു വരുമ്പോൾ നമുക്ക് ഒരു വഴിക്കും മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ വരും അല്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? സഭയിലേക്ക് ഒന്ന് കണ്ണോടിക്കും, പിന്നെ മറ്റു സഭകളിലേക്ക് കണ്ണോടിക്കും. എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ചെയ്യുമ്പോൾ ഇതിൽ എന്ത് ചെയ്യണമെന്നുള്ളൊരു ഭയങ്കര സംശയം വരും. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, മറ്റുള്ളവരൊന്നും നമുക്ക് നോക്കി അവരെ കുറിച്ചൊന്നും നമുക്ക് വിധിച്ച് അല്ലെങ്കിൽ അവരൊന്നും നന്നാക്കാൻ പറ്റില്ല. അവരെ ക്രിസ്തുവിൽ ആക്കുവാനൊന്നും നമുക്ക് കഴിയില്ല. അങ്ങനെ കഴിയണമെങ്കിൽ ആകെ ഒരു മാർഗ്ഗമേ നാം ക്രിസ്തുവിലായി തീരുക. കർത്താവ് എപ്രകാരം കാണുന്നുവോ അപ്രകാരം നാം കാണുക. കർത്താവ് എപ്രകാരം ചിന്തിക്കുന്നുവോ അപ്രകാരം നാം ചിന്തിക്കുക. അങ്ങനെ നാം മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ക്ഷമിക്കാതിരിക്കാൻ കഴിയും. ക്ഷമിക്കാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല. ക്ഷമിച്ചേ മതിയാകൂ. ക്ഷമിക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ മുഴുവൻ മാറിപ്പോകും. ആരോട് എന്തുണ്ടെങ്കിലും ക്ഷമിക്കുക. അത് മാത്രമേ നമ്മുടെ വിടുതലിന് മുഖാന്തരമാണ്. ഈ ക്ഷമിക്കുന്ന പലർക്കും ഈ പോട്ടയിലൊക്കെ ആദ്യം ആ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ ഈ ചെല്ലുന്നവരോട് ഇപ്പം ഞങ്ങളുടെ അടുത്തുള്ളൊരു കൊച്ചമ്മാന്ന് പറയും, ഞങ്ങളൊരു അകലത്തിൽപ്പെട്ട കൊച്ചമ്മ, അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരോടും ക്ഷമിക്കാൻ പറഞ്ഞു. ശത്രുക്കളോടും എല്ലാവരോടും ക്ഷമിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളോട് വളരെ ശത്രുതയായിരുന്നു അവർക്ക്. അവർ ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്ന് ക്ഷമ പറഞ്ഞു. അവർ ക്ഷമിക്കുകയും ചെയ്തു, ഞങ്ങളോട് ക്ഷമ പറയുകയും ചെയ്തു. അവരിന്നും ജീവിച്ചിരിക്കുക. അവർ മാത്രം ഒരു വിശ്വാസിയായിട്ട് ജീവിച്ചിരിക്കുക. അവരുടെ ഭവനത്തിൽ ഒരു മകൻ സ്നാനപ്പെട്ടെങ്കിലും വീണ്ടും പഴയ ഒടിക്ക് പോയി. എന്നാൽ ഇവർ മാത്രം ഒരു വിശ്വാസിയായിട്ട് ജീവിച്ചിരിക്കുക. എന്താ കാരണം? അവർ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തയ്യാറായി. അതാണ് എൻ്റെ. അത് മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിന് വളരെ സൗഖ്യമായിട്ടാണ്. തമാശയല്ല അത്. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ആ പാസ്റ്റർ ഒരു പ്രസംഗമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റിങ്ങിലാണ് ഒരു പ്രസംഗമൊക്കെ പ്രസംഗിച്ചു. അത് ആ പ്രസംഗം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ പ്രസംഗത്തോടനുബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് ചിലരോടൊക്കെ അവിടെ ഇരിക്കുന്ന ആരോടും അല്ല, വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടാണ് പോയത്. എനിക്ക് ഭയങ്കര വെറുപ്പും വൈരാഗ്യവും തോന്നി. ഇതാണോ ഇതെന്ത് ലോകം, ഇങ്ങനെയൊക്കെ ആണോ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ അങ്ങനെ അവരോടൊക്കെ ഒരു വെറുപ്പോട് കൂടി ചെന്ന ഇതിൻ്റെ അകത്ത് ചെന്നിരുന്നത്. ഈ പ്രസംഗം കേൾക്കുമ്പോഴും ഇത് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഇത്രയും വലിയ പ്രസംഗവും പ്രാർത്ഥനയും വന്നിട്ട് എനിക്ക് ഇവിടെ ഒരു അനുഗ്രഹവും ഇല്ലാത്ത രീതിയിലാണ് ഞാനിരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്നാണ് ഞാൻ ചിന്തിച്ച് കഴിഞ്ഞപ്പോഴല്ലോ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ക്ഷമിക്കാത്ത ഈ മനുഷ്യൻ ഈ മറ്റുള്ളവർക്ക് ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഈ എൻ്റെ ജീവിതത്തിലെ വിഷയം ഞാൻ ദൈവസന്നിധിയിൽ
പറഞ്ഞ് പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞതായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണെങ്കിലും ഞാൻ എല്ലാവരും ക്ഷമിച്ചുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാനിടയായി. ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും കഴിഞ്ഞു. എനിക്കും ഒരു സന്തോഷം ഹൃദയത്തിലുണ്ടായി. ഞാൻ ഒരു ദിവസം ഉണ്ടായ ഒരു അനുഭവം. മറ്റുള്ളവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടത് അവരാ പ്രസംഗം കേട്ട് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ. അതുവരെ പ്രസംഗം കേട്ടു, ഇദ്ദേഹം പ്രാർത്ഥിച്ച് കുറച്ച് ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രാർത്ഥന തുടങ്ങിയത്. ഞാൻ പറഞ്ഞ സംഭവം പിടികിട്ടിയോ? നമുക്ക് വിടുതൽ കിട്ടണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. കാരണം നമ്മൾ ദൈവത്തെ ശരിയായിട്ട് അറിഞ്ഞവരാണ്. കർത്താവ് ആരാണെന്നും അറിഞ്ഞവരാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് നാം ആരാണെന്ന് നമ്മൾ അറിയേണ്ടവരാണ്, അറിഞ്ഞവര്. അതുകൊണ്ട് നമ്മെ തന്നെ ക്രമീകരിച്ചാൽ മാത്രമേ കർത്താവ് തരുന്നതായ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിയൂ. സ്തോത്രം. ഞാനൊരു 1-2 വാക്യം കൂടി വായിച്ചുകൊണ്ട് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 7 മുതലുള്ളതായ വാക്യങ്ങൾ കൂടി വായിച്ചുകൊണ്ട്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങി ഇരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോ പാസ്റ്റർ ഇങ്ങനെ ഈ കാര്യം പറഞ്ഞപ്പോ എൻ്റെ മനസ്സിലേക്ക് വന്നതായ ഈ ചിന്ത ഈ വാക്യങ്ങളായിരുന്നു. അപ്പൊ ഞാൻ ഈ വാക്യം കുറച്ച് കഴിഞ്ഞ് പിന്നീട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ മറിച്ച് നോക്കി. ഏതായാലും ദൈവകൃപയാൽ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് മറ്റേ അപ്പോസ്തല പ്രവൃത്തിയിലെ 16-ാം അധ്യായത്തില് നമ്മൾ രാത്രി പ്രാർത്ഥനയാണല്ലോ, അതുകൊണ്ട് ആ രാത്രിയിൽ അവർ പാടി സ്തുതിച്ച കാര്യം പെട്ടെന്ന് ഓർത്തത്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോ ഇത് വായിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ബന്ധപ്പെട്ട് വരുന്ന എനിക്കൊരു പ്രതീക്ഷ, എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. എങ്കിൽ പോലും ഇത്രയും നേരം മറ്റേതിൽ എന്ത് വായിച്ച് നമ്മൾ ചിന്തിച്ചോ ആ കാര്യം അങ്ങനെ തന്നെ ചുരുക്കി ഈ ഭാഗത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത് നമുക്കത് വായിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥകൾ എന്തു തന്നെ ആയിരുന്നാലും അതൊന്നും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് തടസ്സമല്ല. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് തടസ്സമായിട്ടുള്ളതായ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മിലുണ്ടെങ്കിൽ നമ്മുടെ അവിശ്വാസം, അതിനേക്കാൾ ഉപരിയായിട്ട് നാം നമ്മെ തന്നെ കാണാതിരിക്കുന്നതാണ്. നമ്മെ തന്നെ കാണുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബലഹീനതയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ രോഗമോ ഇതൊന്നും അല്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് അഹിതമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെയുള്ള സമയത്ത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് കണ്ട് മാനസാന്തരപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്രയും കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ദൈവനാമം മഹത്വപ്പെട്ടു. പലരും പറയുന്നത് ഒരു വ്യക്തി ഒരു രോഗിയായി തീർന്നു കഴിഞ്ഞാൽ ആ രോഗത്തിന് വിടുതൽ കിട്ടിയില്ലെങ്കിൽ അവിടെ ദൈവനാമം ദുഷിക്കപ്പെട്ടു എന്നാ പലരും പറഞ്ഞത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ മുഖാന്തരമാണ് ദൈവനാമം ഏറ്റവും അധികം ദുഷിക്കപ്പെടേണ്ടത് അങ്ങനെയാണെങ്കിൽ, അല്ലേ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു മുള്ളുണ്ടായിരുന്നു. എന്താണെന്ന് പറയുന്നില്ലെങ്കിൽ പോലും പലരും പല രീതിയിൽ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. എന്നാൽ യോഗി ജോ പറഞ്ഞപ്പോ ദഹനക്കേടാണെന്നോ അങ്ങനെ എന്തോ ഒരു പ്രത്യേക രീതിയിൽ അത് ഇങ്ങനെ ഇതല്ല, പുള്ളിയുടെ ഒരു വിഷയം ആയിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞ പുള്ളിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ. അല്ല, അത് മറ്റേ തിമോത്തിയോസിന്റെ വിഷയം അല്ലെ. പോളി യോഗീച്ചവന് ഈ മീൻ കഴിക്കുമ്പോ പച്ചമീൻ തിന്നുമ്പോ ഒരു അവരുടെ രാജ്യത്ത് പച്ചമീൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ല, പുള്ളിക്ക് വേറൊരു അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ
അത് ഏറ്റവും എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടണതാണ്. പക്ഷെ അത്